ശ്രീ പ്രകാശ് ബാബു, ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി CBI ഇവിടെ എത്തിക്കുന്നു. അതിനുള്ള ശ്രമങ്ങളാണ് BJPയും കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇപ്പോൾ CBI അന്വേഷണമായി വരുന്നത്. അത് ആ നിലയ്ക്കുള്ള നടപടികളിലേക്ക് പോകും. അതായത് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നയപരമായ തീരുമാനം, അത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കുറ്റപ്പെടുത്താനാകില്ല. ഉദ്യോഗസ്ഥ തലത്തിലാണ് വലിയ അഴിമതി നടന്നിരിക്കുന്നതെന്ന കോടതിയുടെ കണ്ടെത്തൽ. അതല്ല, അതിലപ്പുറത്തേക്ക് നിങ്ങൾ കടക്കും എന്നുള്ള സൂചനകളാണോ ലഭിക്കുന്നത്? ആ നിലയ്ക്കാണോ ഇപ്പോൾ CPM പറയുന്ന, റഹീം പറയുന്ന വാദത്തോടുള്ള മറുപടി? അല്ല സ്മൃതി, ഇതിൽ കേന്ദ്ര ഏജൻസികളെ വരവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള കൺസെൻറ്റിനെ കുറിച്ചുള്ള ഒരു വിവരണം തന്നെ ഇന്നത്തെ പുറപ്പെടുവിച്ചിട്ടുള്ള ഈ വിധിന്യായത്തിലുണ്ട്. അതിൽ DSP Act 6 ആ കൺസെൻറ്റുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയുടെ 7/8/2020 അടക്കമുള്ള ലെറ്റർ അത് ക്വാട്ട് ചെയ്തുകൊണ്ട് തന്നെ വിശദമാക്കിയിട്ടുണ്ട്. രണ്ടാമത്, തുടക്കം മുതൽ എന്തായിരുന്നു പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ? ആ ആരോപണങ്ങൾ ഒന്നൊന്നായി ശരിവെക്കുന്ന തരത്തിലല്ലേ സ്മൃതി ഇന്ന് വന്നിട്ടുള്ള വിധിന്യായത്തിലൂടെ ഓരോ പാരഗ്രാഫിലൂടെയും പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്? കാരണം ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു, കൃത്യമായും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. മൂന്നാമത്തത് CAGയുടെ ഓഡിറ്റിങ്ങിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വമുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ പറഞ്ഞു, ഈ ഒരു തുടർ കരാർ ഇല്ലാത്തതും അതേപോലെ തന്നെ യൂണിടാക്കിന് കരാർ കൈമാറിയതും എല്ലാം തന്നെ ഈ ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായാണ്. ഇതെല്ലാം തന്നെ തുടക്കത്തിൽ ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തായിരുന്നു സംസ്ഥാന സർക്കാരും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞിട്ടുള്ളത്? മുഖ്യമന്ത്രി നിരത്തിയിട്ടുള്ള എല്ലാ വാദങ്ങളുടെയും മുന ഒടിഞ്ഞു പോയില്ലേ? കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കുറ്റപ്പെടുത്താനാകില്ല നയപരമായ തീരുമാനമെടുക്കുന്നതിൽ എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനോടുകൂടിയുള്ള നിങ്ങളുടെ പ്രതികരണം അറിയേണ്ടതുണ്ട്. അല്ല, അങ്ങനെ പറ്റില്ല എന്നങ്ങ് അടിയുറച്ച് പറഞ്ഞതല്ലല്ലോ സ്മൃതി. അങ്ങനെയല്ലല്ലോ അത് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞിട്ടുള്ളത് പെർമിസിബിൾ ടു എക്സ്റ്റെൻഡ് ക്രിമിനൽ ലയബിലിറ്റി ഓൺ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് മിയർലി ബിക്കോസ്. എല്ലാവരുടെയും പറഞ്ഞത് മിയർലി ബിക്കോസ്, ഈ ഒരൊറ്റ കാരണം കൊണ്ട്. അതുകൊണ്ടാണല്ലോ പറഞ്ഞിട്ടുള്ളത് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം. ഈ ഒരു ധാരണാപത്രം ഉടലെടുക്കുന്നത് മുഖ്യമന്ത്രി വിദേശത്ത് പോയത് കൊണ്ടാണ്. ഈ ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നിർമ്മാണ പ്രവൃത്തി നടന്നിട്ടുള്ളത് സർക്കാർ അധീന പ്രദേശത്താണ്. പിന്നീട് ഓരോ ഘട്ടങ്ങളിലും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷൻ CEO റെഡ് ക്രസന്റുമായി കത്തെഴുതിയിട്ടുണ്ട്, ഹാബിറ്റേറ്റുമായി കത്തെഴുതിയിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും ഒരു അജ്ഞാത ശക്തിയായി ഈ ലൈഫ് മിഷന്റെ ചെയർമാൻ CEO ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറയുമ്പോൾ എന്തായിരുന്നു സർക്കാരിനെ പ്രതിനിധീകരിച്ച് വന്നവർ പറഞ്ഞിട്ടുള്ളത്? പാവപ്പെട്ടവന്റെ വീടുകൾക്ക് ആ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഇവർ എതിർ നിൽക്കുന്നു. ഒരു കാലത്തും അങ്ങനെ ആരും നിന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പാവപ്പെട്ടവന് ലഭിക്കേണ്ട വീടുമായി ബന്ധപ്പെട്ട പണത്തിൽ കൈയിട്ട് വാരുന്നവർ അതാരായാലും അവരെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ എന്താ റഹീം പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നോൺ എക്സിക്യൂട്ടീവ് പൊളിറ്റിക്, അതായത് നോൺ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, ആ നോൺ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ചെയ്യുന്ന കാര്യങ്ങളിൽ സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്ന് റഹീമിന്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ LDFന്റെ നയമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുമോ? സർക്കാർ എടുക്കുന്ന നയപരമായ തീരുമാനങ്ങളിലും അതേപോലെ തന്നെ ഭരണനിർവഹണത്തിന്റെ ഭാഗമായി നടത്തുന്ന പദ്ധതികളിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കൈയിട്ട് വാരിയാൽ, അഴിമതി നടത്തിയാൽ അതിന് ഗവൺമെന്റ് അക്കൗണ്ടബിൾ അല്ല, മന്ത്രിമാർ അക്കൗണ്ടബിൾ അല്ല, അതിന് ചെക്കിംഗ് മെക്കാനിസം ഇല്ല, അതിന്റെ ഉത്തരവാദിത്വം ഈ ഒരു ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ്. ഇതാണ് LDFന്റെ പോളിസി എന്ന് പറയാൻ റഹീമിന് സാധിക്കുമോ? കേരളത്തിൽ നടക്കുന്നത് ഉദ്യോഗസ്ഥ ഭരണമാണോ? അതുകൊണ്ട് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട പ്രകാരം ഒരു അന്വേഷണ ഏജൻസി കേരളത്തിലേക്ക് വരുമ്പോൾ ആ അന്വേഷണ ഏജൻസി അന്വേഷണത്തിന്റെ ഭാഗമായി ചില കണ്ടെത്തലുകൾ നടത്തുമ്പോൾ എന്തിനാണ് അന്വേഷണത്തിനെ അട്ടിമറിച്ചുകൊണ്ട് മുഖം രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്? എന്തിനാണ് കേരളത്തിന്റെ നിയമസഭയുടെ പ്രിവിലേജ് കമ്മിറ്റിയെ വരെ ഇതുമായി ബന്ധപ്പെട്ട് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചില്ലേ? അപ്പോൾ ഗവൺമെന്റിന് വ്യക്തമായിരുന്നു, ഞങ്ങളുടെ ഭാഗം അത് ദുരുദ്ദേശമില്ലെങ്കിൽ, ഞങ്ങളുടെ ഭാഗം കൃത്യമാണെങ്കിൽ എന്തിനാ കോടതിയിൽ പോയത്? ഇപ്പോഴും എന്തിനാ റഹീം പറയുന്നത് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമെന്ന്? അപ്പോൾ ഇവിടെ സർക്കാരിന് ഭയക്കാനുണ്ട്. ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട്. ഇവിടെ പാവപ്പെട്ടവന്റെ വീടുമായി ബന്ധപ്പെട്ട് അവന്റെ വീടുകളിൽ സിമന്റായും കമ്പിയായും മണലായൊക്കെ പോകേണ്ട പണം അതിൽ കൈയിട്ട് വാരാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ വലങ്കൈയായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ഇടപെട്ടിട്ടുണ്ടല്ലോ. ഒരു കാര്യം സ്മൃതി,
ഇതിൽ ഒരു അഴിമതിയുമില്ല എങ്കിൽ, ഒരു ക്രമക്കേടുമില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലൈഫ് മിഷന്റെ ചെയർമാന്റെ നിയന്ത്രണത്തിലുള്ള വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഈ ശിവശങ്കരൻ ഉൾപ്പെടെയുള്ള 5ഓളം പേരെ പ്രതിയാക്കിയിട്ടുള്ളത്? അത് അഴിമതിയും ക്രമക്കേടും നടന്നതുകൊണ്ടല്ലേ? അതുകൊണ്ടല്ലേ ഈ സർക്കാർ ഭയക്കുന്നത്? ഇപ്പോൾ തന്നെ റഹീം ചോദിച്ചു എവിടെ അധികാരമെന്ന്. വളരെ കൃത്യമായിട്ട് അതും സ്മൃതി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വിദേശ ഏജൻസികളും അതേപോലെ തന്നെ റെഡ് ക്രസന്റും അതേപോലെ തന്നെ കോൺസുലേറ്റും ഒക്കെ ഇടപെട്ടത് കൊണ്ട് ചില ലിമിറ്റേഷൻ വിജിലൻസിനുണ്ട്. അതുകൊണ്ട് തന്നെ 482 പ്രകാരമുള്ള ഇൻഹറന്റ് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അന്വേഷണം അത് നിയമവിരുദ്ധമല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അതിനെ തടയുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. റഹീം ചില കാര്യങ്ങൾ കനോട്ട് ബി എന്നല്ല പറഞ്ഞിട്ടുള്ളത്, മിയർലി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ അങ്ങനെ ഗവൺമെന്റിന്റെ അതായത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ പെടുത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യം പറഞ്ഞ അന്വേഷണം മുന്നോട്ട് പോകണ്ടേ? അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ തന്നെ FIR CBI സമർപ്പിക്കുമ്പോൾ തന്നെ ഓടിപ്പോയി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ഫയല് ആരാ കൊണ്ടുപോയത്? ആരാണ് ഈ ലൈഫ് മിഷന്റെ ഓഫീസിൽ പോയിട്ട് 3ഓളം ഫയലുകൾ കൊണ്ടുപോയിട്ടുള്ളത്? അടിവേരുകൾ അറുത്തില്ലേ? CBI FIR രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ കൊടുക്കുമ്പോൾ തന്നെ ഒരു തുമ്പും ലഭിക്കാത്ത വിധത്തിൽ അന്വേഷണം CBIയെ തടസ്സപ്പെടുത്താൻ വേണ്ടി ആ കേസ് അന്വേഷണത്തിന്റെ അടിവേര് തകർത്തവരാണ് ഇപ്പോൾ പറയുന്നത് ഇവർക്കൊന്നും അധികാരമില്ല. അതുകൊണ്ട് സ്മൃതി, ഞാൻ ആവർത്തിക്കുന്നു, മുഖ്യമന്ത്രിയുടെ എല്ലാ വാദങ്ങളും പൊള്ളയായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ പ്രതിരോധമെല്ലാം തകർന്നു എന്നും ഇന്നത്തെ കോടതി വിധിയോടെ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ മുഖ്യമന്ത്രി ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള, അതായത് ഏറ്റവും വിശ്വസ്തമായി മുഖ്യമന്ത്രി എഴുതി ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഏജൻസികൾക്ക് തങ്ങളുടെ കരം ശുദ്ധമാണെങ്കിൽ, അഴിമതി രഹിതമാണെങ്കിൽ, ഈ സർക്കാർ അങ്ങനെയാണെങ്കിൽ അവരെ അന്വേഷണത്തിന്റെ വഴിക്ക് കൊണ്ടുപോകാൻ അനുവദിക്കാനാണ് ഈ സർക്കാർ തയ്യാറാകേണ്ടത്. അതിനുള്ള ഒരു സൂചനയാണ് ഇന്ന് ഹൈക്കോടതി കൊടുത്തിട്ടുള്ളത്.